ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ വ്യക്തിയുമായിട്ട് നിങ്ങളിപ്പോൾ ഒരു സെപ്പറേഷൻ സ്റ്റേജിലൊക്കെ നിൽക്കുന്ന അവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ ഈ ഒരു സമയത്ത് നിങ്ങളോട് തോന്നുന്ന ഒരു ഹിഡൻ ഫീലിങ്സ് എന്ന് വെച്ചാൽ അവർ ഒരു രീതിയിലും നിങ്ങളിലേക്ക് എക്സ്പ്രസ് ചെയ്യാതെ ഭയങ്കരമായിട്ടൊരു ഈഗോ കാണിച്ച് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ, ഈഗോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഭയങ്കര സ്ട്രോങ് ആണ് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഭയങ്കര ഹാപ്പി ആണെന്നുള്ള രീതിക്കാണ് നിങ്ങൾ കാണുന്നത് അല്ലെങ്കിൽ അറിയുന്നത് എന്നൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ മനസ്സിലുള്ള അവർ നിങ്ങളിലേക്ക് പ്രകടിപ്പിക്കാത്ത എന്തെങ്കിലും ഒരു ഹൈഡ് ചെയ്യുന്ന ഫീലിങ്സ്, തോട്ട്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അവരുടെ ഹൃദയത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ മനസ്സിലേക്ക് നമുക്കൊന്ന് റീഡ് ചെയ്ത് നോക്കാം. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ്. അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് അപ്പോഴൊക്കെ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് സ്നേഹിക്കുന്ന ഒരു പേഴ്സണെ നന്നായിട്ട് മനസ്സിലേക്ക് ഓർക്കുക. അവരുടെ മുഖമാണെന്നുണ്ടെങ്കിലും അവരുടെ പേരാണെന്നുണ്ടെങ്കിലും റിപ്പീറ്റ് ചെയ്ത് മനസ്സിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. The star energy, 5 of cups, judgment, 3 of coins, page of wands, 7 of swords, page of swords, 10 of coins, ace of coins, ace of wands, knight of coins, strength, death and rebirth, king of coins, 6 of wands. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് 5 ഓഫ് wands ആണ്. ആദ്യമേ തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന സ്പ്രെഡ് നിങ്ങളുടെ പേഴ്സന്റെ ഹിഡൻ തോട്ട്സ് ആണ്. അവർ ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഹൈഡ് ചെയ്ത് വെക്കുന്ന കാര്യങ്ങൾ, അതുപോലെ അവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. ഇപ്പൊ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ ഒരു സെപ്പറേഷൻ സ്റ്റേജിൽ നിൽക്കുന്നവരായിരിക്കാം, ഒരു അകൽച്ചയിലൊക്കെ നിൽക്കുന്ന വ്യക്തികളായിരിക്കാം. ചിലവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി ഒരു ലെസ് കോണ്ടാക്ട് ഒക്കെ നിങ്ങൾ തമ്മിൽ ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടായിരിക്കാം ഇവർക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ഇവർ മറച്ചു വെക്കുന്നുണ്ട്, എന്തായിരിക്കും അത് എന്നുള്ളത്. ഇവിടെ എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് അപ്രതീക്ഷിതമായിട്ട് എവിടെ നിന്നോ ഒരു ചീറ്റിംഗിൽ ഇവർ അകപ്പെട്ടിട്ടുണ്ട്. മെയിൻ ആയിട്ട് ഇവിടെ കോയിൻ എനർജി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്കൊരു ഫിനാൻഷ്യൽ ലോസ് സംഭവിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സാമ്പത്തികപരമായിട്ടുള്ള ഒരു നഷ്ടം വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ ഒരു സാമ്പത്തികപരമായ നഷ്ടം എന്ന് പറയുമ്പോൾ അതൊരു ബിസിനസ് കാര്യങ്ങളിൽ അങ്ങനെയല്ല, ഇവിടെ വൈകാരികപരമായ ഒരു വ്യക്തിയുമായിട്ട് എനർജി കണക്റ്റഡ് ആണ്. ആരോ നിങ്ങളുടെ വ്യക്തിയെ ചീറ്റ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് നിങ്ങളെ വേദനിപ്പിച്ചിട്ട് ഏത് സിറ്റുവേഷനിലേക്കാണോ ഇവർ മാറിപ്പോയത് ആ ഒരു സ്ഥലത്ത് നിന്നും ഇവർക്കൊരു സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ആരോ ഇവരെ വളരെ വിദഗ്ധമായി പറ്റിച്ചിരിക്കുന്നു. അപ്പൊ നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയെ മറ്റാരോ ചീറ്റ് ചെയ്തിരിക്കുന്ന എനർജി ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ അവർ ഈ ഒരു സമയത്ത് അവർക്ക് സ്വയം ഒരു നീതി ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരുപാട് തിരിച്ചടികൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ നേരിടുന്നുണ്ട്. ഭയങ്കരമായ ഒരു ഡിപ്രസ്ഡ് അവസ്ഥയിലാണ് ഇവരുടെ എനർജി ഇവിടെ കാണിക്കുന്നത്. എങ്കിലും ആ ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകാത്ത രീതിയിൽ അവരവരുടെ മാനേജ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്ട്രെങ്ത് ഒക്കെ വീണ്ടെടുക്കാനായിട്ട് വളരെയധികം ശ്രമിക്കുന്നുണ്ട്. ഒരു റീബർത്ത് തന്റെ ലൈഫിൽ തനിക്ക് തന്നെ നേടണം എന്നുള്ള ഒരു അവസ്ഥ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലേക്ക് തീർച്ചയായും നിങ്ങളുടെ ഓർമ്മകൾ കടന്നു വന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളിൽ അകപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് അവർക്ക് വന്നിരിക്കുന്ന ഈ ഒരു പ്രശ്നങ്ങളുടെ അവസ്ഥയിൽ നിങ്ങളുടെ വ്യക്തിയുടെ കാഴ്ചപ്പാടുകൾക്കെല്ലാം തന്നെ വലിയ രീതിക്ക് ഒരു മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ജീവിതത്തിനെ അവർ മറ്റൊരു വ്യൂയിലൂടെ
കാണാനായിട്ട് ശ്രമിക്കുന്നു. ഒരു തിരിച്ചറിവ് നിങ്ങളുടെ പേഴ്സണ് വന്നു നിൽക്കുന്ന സമയമായിട്ട് നമുക്കിവിടെ കാണുന്നുണ്ട്. ഒരു ഒറ്റപ്പെടൽ കാണിക്കുന്നുണ്ട്, വേദനകൾ കാണിക്കുന്നുണ്ട്, ആരോടും ഷെയർ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയായിട്ടാണ് ഇവിടെ കാണുന്നത്. പക്ഷെ ഇവരുടെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവര് കുറച്ചൊരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സൺ ആയതുകൊണ്ട് തന്നെ ഇവരതൊന്നും പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ഇവരെ നേരിട്ട് കാണുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിൽ പോലും ഇവര് ഭയങ്കരമായിട്ടൊരു ഹാപ്പി ആയിട്ടൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഇവര് ഭയങ്കര സ്ട്രോങ് ആണെന്നുള്ള രീതിക്കൊക്കെ ആയിരിക്കാം നിങ്ങൾ കാണുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഇവിടെ ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന വ്യക്തിയുടെ എനർജി വളരെയധികം ഒരു ഡൗൺ സ്റ്റേജിൽ നിൽക്കുന്നവരാണ്. ഒരുപാട് നഷ്ടങ്ങളിൽ അകപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമായിട്ട് കാണുന്നുണ്ട്. ചിലവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കൊരു ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ നേരിടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ജീവിതത്തിലേക്ക് മുന്നോട്ടേക്ക് പോകുന്നുണ്ടെങ്കിലും വളരെ സ്ലോ ആണ്. ഒരു സമാധാനപരമായ അന്തരീക്ഷത്തിലൂടെ അല്ല നിങ്ങളുടെ പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കരമായിട്ട് ഒരു പ്രയർ കാര്യങ്ങളിലേക്കൊക്കെ വന്നിട്ടുണ്ട്. സ്പിരിച്വൽ കണക്ഷനിലേക്കൊക്കെ ഭയങ്കരമായിട്ട് വന്നു നിൽക്കുന്ന അവസ്ഥയാണ്. ഒരു വിശ്വാസമോ കാര്യങ്ങളോ ഒക്കെ ഇല്ലാതിരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ ഒരു വിശ്വാസമൊക്കെ വന്നു തുടങ്ങിയിരിക്കുന്നു. അതുപോലെ നിങ്ങളോട് നീതിപൂർവം അല്ലാത്ത രീതിയിൽ പ്രവർത്തിച്ച് നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോയവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളെ കുറിച്ച് ഓർത്ത് ഇവര് വേദനിക്കുന്ന ഒരു സമയമാണ്. അവരുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ പ്രസൻസ് ആത്മാർത്ഥമായിട്ട് തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ ലവ് എനർജി കിട്ടിയിട്ടുണ്ട്. വളരെയധികം ഒരു ഇമോഷണൽ കണക്ഷൻ ഈ ഒരു സമയം ഇവർക്ക് നിങ്ങളോട് തോന്നുന്നുണ്ട്. ആത്മാർത്ഥമായ ഒരു സ്നേഹം, ഒരു ജെന്യുവിനിറ്റി, ഇതെല്ലാം തോന്നി നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഇതാണ് നിങ്ങളുടെ പേഴ്സന്റെ ഒരു സിറ്റുവേഷൻ എടുക്കുവാണെങ്കിൽ കിട്ടുന്നത്. അപ്പൊ ഇവരുടെ ഒരു തോട്ട്സിലേക്ക് വരാണെങ്കിൽ നമുക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ പറയാം. സ്റ്റാർ എനർജി ആണ് വന്നിരിക്കുന്നത്. വളരെയധികം പ്രതീക്ഷയോടുകൂടി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. ഇതുവരെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സമയം തരാനോ അല്ലെങ്കിൽ കൂടുതലായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടി എഫേർട്ട് എടുക്കാനോ തയ്യാറാകാതിരുന്ന നിങ്ങളുടെ പേഴ്സൺ ഇപ്പോ അവരായിട്ട് തന്നെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ്. പുറമേ കാണിക്കുന്നില്ലെങ്കിൽ പോലും ഉള്ളുകൊണ്ട് ഒരുപാട് വേദനിക്കുന്നുണ്ട്. ഈ ഒരു സമയം കൊണ്ട് നിങ്ങളുടെ വ്യക്തി ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ജീവിതം എന്താണ് എന്നുള്ളത് റിയലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ ഇവരുടെ ഒരു കാര്യം എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവര് നിങ്ങളെ വേദനിപ്പിച്ചൊക്കെ പോയ സമയത്ത് ചിലപ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് ആ ഒരു കുറ്റബോധമോ കാര്യങ്ങളോ ഒന്നും തന്നെ തോന്നിയിട്ടുണ്ടാവില്ല. എന്നാൽ ഇപ്പോ ഇവരുടെ ലൈഫിൽ ഇവർക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന ഈ ഒരു സാഹചര്യത്തിൽ അവർ എവിടെയാണോ കൊണ്ടുപോയി സ്നേഹം കൊടുത്തത് ആ ഒരു സ്ഥലത്ത് കൊടുത്ത സ്നേഹം ഒക്കെ വെറുതെ ആയിപ്പോയി. എന്ന് വെച്ചാൽ ഒരു കുടം കമഴ്ത്തിയ സ്ഥലത്താണ് കൊണ്ടുപോയി വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നത്. അത് അവർ തിരിച്ചറിയാനായിട്ട് ഒരുപാട് സമയം വേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ യഥാർത്ഥമായ സ്നേഹം തന്റെ ജീവിതത്തിൽ തനിക്ക് വേണ്ടി കാത്തിരുന്ന സമയത്ത് അത് മനസ്സിലാക്കാതെ താൻ എങ്ങോട്ടേക്കാണ് പോയത് എന്നുള്ള ആ ഒരു കുറ്റബോധം, അല്ലെങ്കിൽ ആ ഒരു ചെയ്തു പോയ ആ ഒരു പറ്റിപ്പോയ മണ്ടത്തരം എന്ന് വേണമെങ്കിൽ പറയാം, അതിനെക്കുറിച്ച് ഓർത്താണ് ഇവരിപ്പോ കൂടുതലായിട്ട് വേദനിക്കുന്നത്. പക്ഷേ ഇവരത് ഒരിക്കലും നിങ്ങളുടെ മുന്നിലേക്ക് പെട്ടെന്ന് കാണിക്കാനുള്ള യാതൊരുവിധ സാധ്യതയും ഇല്ല. കാരണം ഇവരുടെ ഒരു എനർജി അല്ലെങ്കിൽ ഇവരുടെ ഒരു രീതികൾ പറയുകയാണെങ്കിൽ ഇവർ ഭയങ്കരമായിട്ടൊരു ഈഗോ ഉള്ള വ്യക്തികളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരത് നിങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് എക്സ്പ്രസ് ചെയ്യാനുള്ള സാധ്യതകൾ കുറവാണ്. പക്ഷെ ഇവരുടെ ഒരു എനർജിയിൽ കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ അത് ഇവരുടെ ഉള്ളിൽ ഇങ്ങനെ ഓർമ്മകളായിട്ട് അല്ലെങ്കിൽ ആ ഒരു കുറ്റബോധം ഇങ്ങനെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട്. അതിപ്പോ മറ്റുള്ളവരിലേക്ക് എക്സ്പ്രസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ഇമേജ് അത് പൂർണ്ണമായും തകർന്നു പോകുമോ എന്നൊരു ചിന്തയാണ് ഇവരിൽ മെയിൻ ആയിട്ട് ഇവിടെ കാണിക്കുന്നത്. മനസ്സുകൊണ്ട് ഇവർ നിങ്ങളോടൊന്ന് സംസാരിക്കണം, ഒരു കമ്മ്യൂണിക്കേഷൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷനിലൂടെ എല്ലാ രീതിക്കുമുള്ള ഇവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ വിജയകരമാവുന്ന രീതിയിൽ ഒരു റീബർത്ത് കൊണ്ടുവരണം എന്നുള്ള തോട്ട്സ് ഒക്കെയാണ് മൈൻഡിൽ നിൽക്കുന്നത്. അതോടൊപ്പം ജഡ്ജ്മെന്റ് എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവരുടെ ലൈഫിൽ ഇവർക്കൊരു നീതി ലഭിക്കണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങളിൽ നിന്നായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് മാത്രമേ ആ ഒരു നീതി അവർക്ക് ലഭിക്കുകയുള്ളൂ എന്നൊരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവ് വന്നു നിൽക്കുന്ന സമയമാണ്. ചുറ്റുപാടും നടക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതുപോലെ കണ്ണടച്ച് പലരെയും വിശ്വസിച്ചൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് ഇവർ പോയ സ്ഥലത്തേക്ക് കണ്ണടച്ച് ആരെയൊക്കെ വിശ്വസിച്ചാണോ പോയിരിക്കുന്നത് അതൊന്നും യഥാർത്ഥമായിട്ടുള്ള വ്യക്തികളായിരുന്നില്ല, അല്ലെങ്കിൽ ഒരു ചതിയിലാണ് താൻ അകപ്പെട്ടത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഒരുപാട് സമയം വേണ്ടി വന്നു. പക്ഷെ ഇവിടെ നിന്ന് ഒരു കരകയറുക എന്ന് പറയുമ്പോൾ അവർ കുറച്ചൊരു ട്രാപ്പിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് മാറി പോരണം. അതിന് ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ഒരു പ്രസൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ സ്ട്രെങ്ത് ആണ് വന്നിരിക്കുന്നത്. ഇവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സമയത്ത് നിങ്ങൾ ഇവർക്കൊരു സ്ട്രെങ്ത് തന്നെയായിരുന്നു, ഇവരുടെ ഒരു ബലമായിരുന്നു നിങ്ങൾ. നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും മനസ്സുകൊണ്ട് ഈ ഒരു വ്യക്തി അങ്ങനെയാണ് നിങ്ങളെ കരുതിയിരുന്നത്. എന്നാൽ ഇപ്പൊ ആ ഒരു പ്രസൻസ് അവർക്ക് ഫീൽ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവരായിട്ട് തന്നെ അതിനെ മാറ്റി വെച്ചു പോയി.
അപ്പൊ അവരുടെ ജീവിതത്തിൽ ഈ ഒരു നഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം വീണ്ടെടുത്ത് ഒന്നേ നിന്ന് തുടങ്ങാനായിട്ട് ഇവർ തയ്യാറാണ്. ആ ഒരു കാര്യത്തില് നിങ്ങളുടെ ഒരു കെയറിങ്ങും സപ്പോർട്ടും അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആത്മാർത്ഥമായിട്ട് ഇവിടെ ചിന്തിക്കുന്നുണ്ട്. ഇതൊക്കെ ഇവർ മനസ്സിൽ ഇങ്ങനെ ഇട്ട് ആഴത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് രീതിയിലാണ് നിങ്ങളിലേക്ക് പ്രസന്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ അടുത്തേക്ക് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, ഇവരുടെ ആ ഒരു പൂർണ്ണമായിട്ടുള്ള ഇമേജ് എല്ലാം പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോകുമോ, ഇവരുടെ വാല്യൂ നിങ്ങൾക്ക് മുന്നിൽ ഒന്നും അല്ലാതെയായി പോകുമോ, ഇങ്ങനെയുള്ള ഒരു കാട് കയറിയ ചിന്തയിലാണ് ഇവർ നിൽക്കുന്നത്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഞാൻ already പറഞ്ഞിരുന്നു. നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു എനർജിയിൽ ഇവർ ഇങ്ങനത്തെ ഒരു തോട്ട്സിലേക്ക് എത്താനായിട്ടുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇവർക്ക് സംഭവിച്ചിരിക്കുന്ന വലിയ രീതിയിലുള്ള ഒരു ചതിയാണ്. അതും ഫിനാൻഷ്യൽ ലോസ് ആണ്. ഫിനാൻഷ്യൽ ലോസ് എന്ന് പറയുമ്പോൾ പ്രത്യേകമായിട്ട് ഒരു വ്യക്തിയിലേക്ക് കണക്ട് ആവുന്നുണ്ട്. ഒരു ബിസിനസ് നടത്തി തകർന്നു പോയി ആ ഒരു കോമൺ ഫാക്ടർ അല്ല ഇവിടെ കാണിക്കുന്നത്. ഏതോ ഒരു പേഴ്സണിലേക്ക് ഇവർ അത്രയും വിശ്വസിച്ച് ഒരു അഡിക്ഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അവരിൽ നിന്നും ഒരു പണനഷ്ടം, അതാണ് ഇവർക്ക് സംഭവിച്ചിരിക്കുന്ന കാര്യം. ആ ഒരു രീതിയിലാണ് എനർജി കണക്ട് ആവുന്നത്. ഇപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെയുള്ള ബന്ധമാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. എല്ലാ രീതിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു റീബർത്ത് ആഗ്രഹിക്കുന്നവരായിട്ട് കാണുന്നുണ്ട്. ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തണം എന്ന് ചിന്തിക്കുന്നുണ്ട്. ഇമോഷണലി ഭയങ്കരമായ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ആ ഒരു അറ്റാച്ച്മെന്റ് ഈ ഒരു സമയം അവർക്ക് നിങ്ങളോട് തോന്നുകയാണ്. വളരെ പാഷനേറ്റ് ആയിട്ടാണ് ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതും ഓർക്കുന്നതും എല്ലാം. അപ്പൊ ഈ ഒരു രീതിയിലാണ് അവരുടെ ഒരു current thoughts, അതായത് ആ ഒരു ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഹിഡൻ തോട്ട്സ് എന്താണ് എന്നുള്ളത് എടുക്കുമ്പോൾ കിട്ടുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങളൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഒരു ഫാമിലി എനർജി കാണിക്കുന്നുണ്ട്. അല്ലാത്തവർക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. ഈ ഒരു സ്പ്രെഡിൽ ആ ഒരു രീതിയിലുള്ള എനർജി കൂടെ കണക്ട് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ ഇവര് ഒരു ബിസിനസ്സോ കാര്യങ്ങളോ ഒക്കെ ചെയ്യാനുള്ള സാധ്യതയും കാണിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തില് നിങ്ങൾ ചിലപ്പോൾ ഇവർക്ക് ഒരുപാട് ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവാം ഒരുപക്ഷെ. ഇവരുടെ ഒരു രീതികൾ മുന്നോട്ടേക്കുള്ള പോക്കൊക്കെ കണ്ടപ്പോൾ അപകടത്തിലേക്കാണെന്നുള്ളതോ അല്ലെങ്കിൽ നിങ്ങളുടേതായ ഒരു ഒപ്പീനിയൻ ഒക്കെ പറഞ്ഞപ്പോൾ ഒരു രീതിക്ക് നിങ്ങൾക്ക് വില നൽകാതെ, നിങ്ങൾക്ക് ഒരു വാല്യൂ നൽകാതെ നിങ്ങളെ മാറ്റി നിർത്തി ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടു കൂടി നിങ്ങളെ എടുത്തങ്ങ് മാറ്റി വെച്ചിട്ട് ഇവരുടേതായ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് അല്ലെങ്കിൽ അവർക്ക് ആ ഒരു സമയത്ത് എന്താണോ സന്തോഷം എന്ന് തോന്നിയത് അത് കണ്ണടച്ച് വിശ്വസിച്ച് അതങ്ങോട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് അവർക്ക് ഇപ്പൊ പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ അബദ്ധം എന്നുള്ളത് വളരെ ലാഘവത്തോടു കൂടി തന്നെ അവർ തിരിച്ചറിയുന്ന നിമിഷമാണ്. എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും എത്ര റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും മാറണം. അതിന് നിങ്ങളുടെ ആ ഒരു കണ്ണുനീര് വീണത് കൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ അവർക്ക് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവും ആ ഒരു നീതിപൂർവ്വം നിങ്ങളിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടത്തണം എന്നുള്ള ഒരു ബോധവും ഒക്കെ വന്നു തുടങ്ങിയിരിക്കുന്ന ഒരു പേഴ്സണെയാണ് നമുക്കിവിടെ കാണുന്നത്. ഈ ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ അവരിങ്ങനെ ഹൈഡ് ചെയ്ത് മനസ്സിൽ വെച്ചിരിക്കുകയാണ്. നിരന്തരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഒരു ക്ലാരിറ്റി ലഭിക്കുന്നില്ല. അത് ഏത് രീതിയിലാവണം എന്നുള്ളത്. അപ്പൊ മനസ്സിൽ ഇങ്ങനെ ഒരു തോട്ട് നിറച്ച് ഒരു ഡിപ്രസ്ഡ് അവസ്ഥയിൽ നിൽക്കുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സന്റെ ആ ഒരു ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇമോഷൻസ് അതുകൂടെ എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. റിലീസ്, കർമ്മയാണ് വന്നിരിക്കുന്നത്. റിയൂണിയൻ കാണിക്കുന്നുണ്ട്. റിസീവ്, ടെംപ്റ്റേഷൻ, റിന്യൂവൽ, kisses and love, fulfillment, letting go, death and rebirth ആണ്. closed off, guarded, structure, foundation, key on a ring, reflecting, shadow work, guarded, offer ആണ്. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ഫ്രീഡം ആണ്. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നമ്മളിവിടെ നോക്കിയിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു ഹിഡൻ ഇമോഷൻസ് ആണ്. അപ്പൊ ഇവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു രീതികൾ പറയുകയാണെങ്കിൽ ഇവര് നിങ്ങൾക്കൊരു ഫ്രീഡോ കാര്യങ്ങളോ ഒന്നും തരാതെ പല കാര്യങ്ങൾക്കും ഒരു ടോക്സിക് ആയിട്ട് നിങ്ങളോട് ബിഹേവ് ചെയ്ത വ്യക്തികളാണെങ്കിൽ, എന്ന് വെച്ചാൽ ഇവരൊരു തെറ്റ് ചെയ്യുന്നുള്ളത് നിങ്ങൾ ചോദ്യം ചെയ്യാനായിട്ട് എപ്പോഴാണോ സ്റ്റാർട്ട് ചെയ്തത് ആ ഒരു സമയം മുതൽ ഇവർ ഭയങ്കരമായിട്ട് നിങ്ങളോട് ആവശ്യമില്ലാതെ ദേഷ്യപ്പെടുക അല്ലെങ്കിൽ നിങ്ങളെ ബ്ലെയിം ചെയ്യുക, ആ ഒരു രീതിയിൽ നിങ്ങളുടെ ഫ്രീഡോ കാര്യങ്ങളൊക്കെ റെസ്ട്രിക്ട് ചെയ്തിട്ട് അങ്ങനെയൊക്കെ നിങ്ങളോട് പെരുമാറിയവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയത്ത് അവർക്ക് മാനസികപരമായിട്ട് ഭയങ്കരമായ ഒരു പെയിൻ ഈ ഒരു സമയം തോന്നുന്നുണ്ട്.
കാരണം അവരുടെ ലൈഫിൽ അവരിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രശ്നങ്ങൾ അവർ എത്രത്തോളം ഹൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതൊരു കർമ്മയാണോ എന്നുള്ള രീതിക്കൊക്കെ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്ന സമയമാണ്. അപ്പൊ ഈ ഒരു സമയത്ത് ഇവിടെ വന്നിരിക്കുന്നത് തന്നെ റിയൂണിയൻ എനർജി ആണ്. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അവരൊരു റിയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാ രീതിക്കും ഫാസ്റ്റ് ആയിട്ട് ഈ ഒരു സിറ്റുവേഷൻ ഒരു ചേഞ്ച് വേണം. ഒരു പുതിയ ഡയറക്ഷനിലൂടെ ജീവിതത്തെ നോക്കിക്കാണാൻ തുടങ്ങിയിരിക്കുന്നതുകൊണ്ടും ജീവിതം എന്ന് പറയുന്ന ആ ഒരു പാഠം ഒരുപാട് കാര്യങ്ങളെ ഇപ്പൊ ഇവര് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം ആയതുകൊണ്ടും ഒരു ന്യൂ സൈക്കിൾ നിങ്ങളുമായിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളിലേക്ക് ഭയങ്കരമായ ഒരു ടോക്സിക് ബിഹേവിയർ ഒക്കെ ചെയ്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതിലൊക്കെ ഒരു കുറ്റബോധം ഇപ്പൊ തോന്നിയിരിക്കുന്നതുകൊണ്ട് അതിനൊക്കെ ഒരു മാറ്റങ്ങൾ അവരുടെ എനർജീനെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളെ അവരിപ്പോ ഒരുപാട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഒത്തിരി കൺട്രോൾ ചെയ്യുന്നുണ്ട്. സ്റ്റേബിൾ ആയിട്ട് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് അവരുടെ ഭാഗത്ത് നിന്നും എന്തൊക്കെ ഇമോഷൻസിനെയാണോ കൺട്രോൾ ചെയ്യേണ്ടത് അതിനെയെല്ലാം കൺട്രോൾ ചെയ്യാനും വേണമെന്നുണ്ടെങ്കിൽ ലെറ്റ് ഗോ ചെയ്യാനും ആ ഒരു സിറ്റുവേഷനെയൊക്കെ പൂർണ്ണമായിട്ടും ലെറ്റ് ഗോ ചെയ്യാന്ന് വെച്ചാൽ അവരുടെ ഇമോഷൻസിനെ ആ ഒരു ചിന്താഗതികളെയൊക്കെ പൂർണ്ണമായും മാറ്റാനും അവർ തയ്യാറാണ്. ഒരു ട്രാൻസ്ഫർമേഷൻ അത് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇമോഷണലി ഇപ്പൊ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അവരുടെ ഉള്ളിലുള്ള ആ ഒരു ഇമോഷൻസ് എല്ലാം എത്രയും വേഗം അവർക്ക് നിങ്ങളുടെ മുന്നിലേക്ക് സറണ്ടർ ചെയ്യണം. ഇമോഷൻസ് എല്ലാം റിലീസ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവർ മറച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്ത് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവർ നിങ്ങളുടെ പ്രസൻസ് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. ഇവിടെ റിഫ്ലക്റ്റിംഗ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ അനുഭവിച്ചിരുന്ന പെയിൻ അത് എത്രത്തോളമാണോ അതെല്ലാം നിങ്ങളുടെ വ്യക്തി ഇപ്പൊ അനുഭവിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ. ഹെർമിറ്റ് എനർജി ആണ്. ഒറ്റപ്പെടലുകൾ ഭയങ്കരമായിട്ട് ഫീലിംഗ് ഉണ്ടാക്കുന്നുണ്ട്. ആരും കൂടെ ഇല്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ ആരൊക്കെ കൂടെ ഉണ്ടെങ്കിലും ആരും ഇല്ലാത്ത ഒരു രീതിയിലാണ് അവരുടെ മുന്നോട്ടേക്കുള്ള ആ ഒരു രീതികൾ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ആരൊക്കെ കൂടെ സപ്പോർട്ട് ആയിട്ട് ഉണ്ടെങ്കിൽ പോലും അതൊന്നും അവരിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുന്നില്ല. ഇമോഷൻസ് ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സമയമാണ്. നീതിക്ക് വേണ്ടി ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് കടന്നു വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാ രീതിക്കും അതൊരു ഭയങ്കര റിലീസ് ആയി മാറും. അവരുടെ ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാൻ ഒരുപക്ഷെ നിങ്ങൾക്കേ കഴിയുമായിരിക്കുകയുള്ളൂ എന്നുള്ളൊരു തോന്നല്. ഇവിടെ മെയിൻ ആയിട്ട് കാണിക്കുന്നത് നിങ്ങളിലേക്ക് ഭയങ്കരമായ ഒരു അഡിക്ഷൻ വരുന്ന പേഴ്സണെയാണ്. അവരുടെ ഇമോഷൻസിൽ അവർക്ക് നിങ്ങളോട് ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു സ്നേഹം മാത്രമല്ല തോന്നുന്നത് അല്ലെങ്കിൽ നീതി ലഭിക്കുക എന്നുള്ളത് മാത്രമല്ല ഭയങ്കരമായ ഒരു അഡിക്ഷൻ. എന്ന് വെച്ചാൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന സ്നേഹത്തിന്റെയും കെയറിങ്ങിന്റെയും ആ ഒരു ഡെപ്ത് ഇപ്പോഴാണ് നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കുന്നത്. ഒരു പ്രശ്നം വന്നപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത്. എത്രത്തോളം അവരത് കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാലും അവരുടെ മനസ്സിനെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പുറമേ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കാം, അത് ഈഗോയുടെ ഭാഗമായിട്ട്. പക്ഷെ ഒറ്റപ്പെട്ടിരിക്കുന്ന സമയങ്ങളിൽ പൊട്ടിക്കരയുക എന്ന് പറയുമല്ലോ, ആ ഒരു രീതിയിലാണ് അവർ നിൽക്കുന്നത്. നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് ഒരു ഗാർഡിയൻ ആയിട്ട് വരണമെന്ന് ചിന്തിക്കുന്നുണ്ട്. അതുപോലെ ഇവർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഗാർഡിയൻ ആയിട്ട് നിൽക്കണം എന്നും ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അത്രയും സപ്പോർട്ട് ചെയ്ത് മുന്നോട്ടേക്ക് വന്നവരായിരിക്കാം. ഒരുമിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് മുന്നോട്ടേക്ക് ഇറങ്ങി തിരിച്ചവരായിരിക്കാം. പക്ഷെ അവിടെയാണ് ഇവർ പല രീതിയിൽ നിങ്ങളിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നത്. അപ്പൊ അതൊരു കർമ്മയാണെന്നുള്ള തിരിച്ചറിവ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ആ ഒരു സിറ്റുവേഷൻ ഒക്കെ മാറ്റി വളരെ സ്ട്രോങ് ആയിട്ട് ഒരു ഡിസിഷനിലേക്ക് മനസ്സിനെ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ കുറച്ചൊരു സ്ട്രഗിളിംഗ് സിറ്റുവേഷൻ ആണെങ്കിലും അവരുടെ മനസ്സിന്റെ ആ ഒരു എനർജീനെ അവര് ആ ഒരു ഹയറിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. മനസ്സൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആണ്. എന്ന് വെച്ചാൽ അവരുടെ ആ ഒരു ഹേർട്ട് ചക്ര എല്ലാം നിങ്ങൾക്ക് വേണ്ടി ഇപ്പൊ ഓപ്പൺ ആയി തുടങ്ങിയിരിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ പല കാര്യങ്ങളിലേക്ക് ഒരു ടെംപ്റ്റേഷൻ ഒക്കെ വന്ന് മാറിപ്പോയവരാണെന്നുണ്ടെങ്കിൽ ആ എടുത്ത ഡിസിഷൻ എല്ലാം തെറ്റായ ചോയ്സ് ആയിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു ഓർമ്മകൾ അവരിലേക്ക് ഒരു സ്പാർക്ക് പോലെയാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സമയത്ത് അൺകണ്ടീഷണൽ ലവ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളിലേക്ക് ഭയങ്കരമായിട്ടൊരു അട്രാക്ഷൻ, അഡിക്ഷൻ, അൺകണ്ടീഷണൽ ലവ് എല്ലാം തോന്നിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. എല്ലാ രീതിക്കും റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു ന്യൂ ലൈഫ് നിങ്ങളുമായിട്ട് വേണം, ഒരു ഫ്രഷ് സ്റ്റാർട്ട് നിങ്ങളുമായിട്ട് വേണമെന്ന് ചിന്തിക്കുന്നുണ്ട്. ഫുൾഫിൽമെന്റ് ആണ്. എല്ലാ രീതിക്കും സക്സസ് ആവാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളിലെല്ലാം ഒരു വിജയം വേണം എന്ന് ആഗ്രഹിച്ച് സ്പിരിച്വലി ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട്. ഇപ്പൊ നിൽക്കുന്ന സിറ്റുവേഷൻസ് അത് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അത് അവരുടെ ഇമോഷണലി ഉള്ള വീക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ അതിനെ ലെറ്റ് ഗോ ചെയ്യാനും മറ്റെന്തെങ്കിലും സിറ്റുവേഷൻസ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ലെറ്റ് ഗോ ചെയ്ത് എല്ലാ ഭാഗത്തു നിന്നും അതായത് അവരുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ രീതിയിലുള്ള എഫേർട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടി എടുക്കാനും നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ ബന്ധത്തിന്റെ ആ ഒരു സ്ട്രക്ചർ, ആ ഒരു ഫൗണ്ടേഷൻ വീണ്ടും പടുത്തുയർത്തുക. ഒന്നേന്ന് തുടങ്ങേണ്ട ബന്ധമാണെന്നുണ്ടെങ്കിൽ അത് ഒന്നേന്ന് തന്നെ തുടങ്ങണം.
എന്നുള്ള രീതിക്ക് ചിന്തിക്കുന്നവരാണ്. കാരണം ഈ ഒരു ബന്ധത്തെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണമെന്ന് മനസ്സ് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. ഇവർക്ക് ചിലപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉള്ള വ്യക്തികളായിരുന്നിരിക്കാം. അങ്ങനെ ഒരു ഓപ്ഷൻ തേടിയായിരിക്കും അവർ മാറിപ്പോയിരിക്കുന്നത്. പക്ഷെ ആ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് എല്ലാ രീതിക്കും അവരുടെ തെറ്റായ ഡിസിഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവിടെ നിന്ന് ചതിയിൽ അകപ്പെട്ടിരിക്കുന്നതും അതുപോലെ ഒരുപാട് നഷ്ടങ്ങള് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതും. അത് ഫിനാൻഷ്യൽ ലോസ് മാത്രമല്ല, ആരോഗ്യപരമായിട്ടാണെന്നുണ്ടെങ്കിലും ഭയങ്കര വീക്കായി നിൽക്കുന്ന സമയമാണ്. ഒരു ഡിപ്രഷൻ അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. അപ്പൊ അങ്ങനത്തെയൊക്കെ ഒരു ഡിസിഷൻ അവരെടുത്തത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു സാഹചര്യം വന്നിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ സ്വന്തം ഹൃദയത്തിന് തന്നെ ഒരു സമാധാനമില്ലാത്ത അവസ്ഥയാണ്. സ്വന്തമായിട്ട് തന്നെ അവര് തന്നെ അവരെ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. അവരെന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അവര് തന്നെ ഒരു മിററിലേക്ക് നോക്കി അവരെ സ്വയം കുറ്റപ്പെടുത്തുന്നു. അല്ലെങ്കിൽ അവരെ ആരെയും കാണിക്കുന്നില്ല. ഇവിടെ റിഫ്ലക്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, നിങ്ങളുടെ പേഴ്സന്റെ ഹിഡൻ തോട്ട്സ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്, ഹിഡൻ ഇമോഷൻസ് ഒക്കെ. അപ്പൊ ഇവര് മറ്റുള്ളവരിലേക്കല്ല ഇവർ ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നത്, അവരോട് തന്നെയാണ് അവർ ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറ്റൊരാളുടെ മുമ്പിൽ താഴ്ന്നു തരാൻ താല്പര്യമില്ലാത്ത ഒരു പേഴ്സൺ ആണ് നിങ്ങളുടേത്. അതിപ്പോ ഈഗോ വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും ഇവർ ചിലപ്പോൾ സൊസൈറ്റിയിലൊക്കെ നല്ലൊരു പേര് കാര്യങ്ങളൊക്കെ എടുത്തു നിൽക്കുന്ന വ്യക്തി ആയിരിക്കാം. അപ്പൊ അവരുടെ ആ ഒരു ഇമേജ് പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ആ ഒരു കോംപ്ലക്സ് ഇവരിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇവർ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അവരുടെ റൂമിൽ അവരുടെ വീട്ടിൽ അവർ ഇരിക്കുന്ന ആ ഒരു സമയങ്ങളിൽ തികച്ചും ആ ഒരു എനർജിയെ അവര് തന്നെ റിലീസ് ചെയ്യാണ് ഒറ്റയ്ക്ക് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ്. ഒരു ഹീലിംഗ് ആണ് ആക്ച്വലി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വന്തമായിട്ട് തന്നെ വിലയിരുത്തി അവോയ്ഡ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് അത് എന്ത് തന്നെയാണെങ്കിലും, അതിപ്പോ അവരുടെ ക്യാരക്ടറിലുള്ള പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ പോലും അതെല്ലാം മാറ്റാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അനുഭവിച്ചിരുന്ന ആ ഒരു പെയിൻ അവർക്ക് മനസ്സിലായിരിക്കുന്നത് കൊണ്ടിട്ടും അവരുടെ തെറ്റുകൾ അവർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിട്ടുമാണ് അവരുടെ ഉള്ളിൽ അവർ തന്നെ അവരിങ്ങനെ റിലീസ് ചെയ്യുന്നത്, ക്ലിയർ ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം ഇവരുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇത്രത്തോളം ഇവര് ഇമോഷൻസിനെയൊക്കെ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് നിൽക്കുന്ന വ്യക്തികളാണ്. പക്ഷെ അത് നിങ്ങൾ പെട്ടെന്ന് അറിയുമ്പോൾ നിങ്ങൾക്കത് ഏത് രീതിയിലായിരിക്കും നിങ്ങൾ എടുക്കുന്നത്, നിങ്ങൾ ഹാപ്പി ആയിട്ട് എടുക്കുവോ, അവർക്ക് ക്ലാരിറ്റി ഇല്ല ആ ഒരു കാര്യത്തില്. കാരണം അത്രയും നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തി ആയതുകൊണ്ട് തന്നെ ഇവര് ചിന്തിക്കുന്നത് നിങ്ങൾ അത് കേട്ട് കഴിഞ്ഞാൽ ഹാപ്പി ആയിട്ടിരിക്കുവോ, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും, കളിയാക്കുവോ, അങ്ങനത്തെയൊക്കെ ഒരു ചിന്തകളായിരിക്കാം ഇവരുടേത്. ഓവർ തിങ്കിങ് ഭയങ്കരമായിട്ട് കൂടിയ ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഇവർ ഇമോഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്തിട്ട് ഇവരൊന്ന് സെറ്റ് ആവട്ടെ, അല്ലെങ്കിൽ ഇവരുടെ മനസ്സിനെയെങ്കിലും ഇവർക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റട്ടെ, അതിനുശേഷം നിങ്ങളിലേക്ക് ഒരു ഓഫറുമായിട്ട് വരാം. ആ ഒരു റൊമാൻസ് വീണ്ടെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു സന്തോഷവും സമൃദ്ധിയും എല്ലാം വീണ്ടെടുക്കാനായിട്ട്, ആ ഒരു സ്ട്രെങ്തോട് കൂടി ബന്ധത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് ആദ്യം താൻ തന്നെ സ്വയം ഒന്ന് ഓക്കെ ആവട്ടെ എന്നുള്ള രീതിക്ക് ചിന്തിക്കുന്നവരാണ്. അതിനുശേഷം ആ ഒരു ഓഫറുമായിട്ടൊക്കെ വരുമ്പോൾ ഇവർക്ക് നിങ്ങളിപ്പോ എന്തെങ്കിലും ചോദിക്കുവാണെങ്കിലും പറയുവാണെങ്കിലും ഒന്ന് ബാലൻസ് ചെയ്ത് അതിനെ നിർത്താൻ സാധിക്കും. പക്ഷെ അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അവർക്ക് നിങ്ങളിലേക്ക് വരാന്ന് പറയുമ്പോൾ ഒന്ന് അവർ തയ്യാറല്ല പെട്ടെന്ന് അങ്ങനെ വരുന്ന കാര്യത്തിൽ, എന്ന് വെച്ചാൽ നിങ്ങൾ എങ്ങനെ എടുക്കും എന്നുള്ള കാര്യത്തിൽ. പക്ഷെ മനസ്സിനെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു മെന്റലി അവർക്കൊരു ക്ലാരിറ്റി, അല്ലെങ്കിൽ ആ ഒരു സ്ട്രെങ്ത് കിട്ടിയതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നുള്ള രീതിക്കാണ് ഇവർ നിൽക്കുന്നത്. ചെയ്യാമെന്ന് പറയുമ്പോൾ വളരെ നിയറസ്റ്റ് ആയിട്ടുള്ള രീതിക്ക് തന്നെയാണ്. കാരണം ഇവിടെ കംപ്ലീറ്റ്ലി ഒരു ട്രാൻസ്ഫർമേഷൻ അതുപോലെ ഹീലിംഗ് ഇവരിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണത്. അപ്പൊ നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ഒരു പേഴ്സന്റെ എനർജി തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഇപ്പോൾ ലെസ് കോണ്ടാക്ട് ഒക്കെ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഈ ഒരു വ്യക്തി എന്തൊക്കെയോ ഹൈഡ് ചെയ്യുന്നുണ്ട്, അവർക്ക് എന്തൊക്കെയോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങൾക്കൊരു പ്രയോറിറ്റി അവരുടെ മനസ്സിൽ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം തന്നെയായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇതാണ് നിങ്ങളുടെ പേഴ്സന്റെ ഒരു ഹിഡൻ ഫീലിങ്സ്, അതായത് ഹിഡൻ തോട്ട്സും ആ ഒരു ഹിഡൻ ഇമോഷൻ ഫീലിങ്സ് ഒക്കെ എന്താണ് എന്നുള്ളത് എടുക്കുമ്പോൾ വരുന്ന കാര്യങ്ങൾ. അപ്പൊ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. റെസനേറ്റ് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതുമാണ്. അപ്പൊ റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് നോക്കാം. നിങ്ങളുടെ വ്യക്തിയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിട്ടും ഒക്കെ ക്ലൂസ് എത്രത്തോളം കണക്റ്റഡ് ആണെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക. 44 എറണാകുളം ഔട്ട്സൈഡ് കേരള വന്നിട്ടുണ്ട്. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ചിലപ്പോൾ എബ്രോഡ് ആയിരിക്കാം. എ എന്നൊരു ലെറ്റർ, ഉത്രം, വി എന്നൊരു ലെറ്റർ, പി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, 6 വന്നിട്ടുണ്ട്, കൊല്ലം, ആലപ്പുഴ, 1993, എറണാകുളം, ജൂലൈ, കാലിക്കറ്റ്, സി എന്നൊരു ലെറ്റർ,
പി എന്നൊരു ലെറ്റർ വീണ്ടും വന്നിട്ടുണ്ട്. എ എന്നൊരു ലെറ്റർ വീണ്ടും വന്നിട്ടുണ്ട്. പൈസസ് സോഡിയാക് സൈൻ ആണ്. 42, 40. സെപ്റ്റംബർ മന്ത് ഭരണി എന്നൊരു സ്റ്റാർ. അശ്വതി 28. പുണർദം ഓഗസ്റ്റ് മന്ത് ഇടുക്കി. ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന പി എന്നൊരു ലെറ്റർ ആണ് വീണ്ടും വന്നിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കണം. ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ക്ലെയിം ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ റീഡിംഗ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ വീണ്ടും നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.